നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. 63ാമത് കുമ്പള സബ് ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ ശാരദാംബ ഹയർ സെക്കൻഡറി സ്കൂൾ ഷേണി, ഈ സ്കൂളിൽ വെച്ചാണ് സബ് ജില്ലാ കലോത്സവം നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കുമ്പള സബ് ജില്ലയുടെ കലോത്സവമാണ്, സ്കൂൾ കലോത്സവമാണ്. 3-ാം ദിവസമാണ് ഇന്ന്. സ്റ്റേജ് ഐറ്റംസിൻ്റെ 3-ാം ദിവസം. നമ്മളുള്ളത് ഇപ്പോൾ ഭക്ഷണശാലയിലാണ്. പല രീതിയിലുള്ള പരിപാടികളാണ്. ഇന്ന് അവസാനത്തെ ദിവസമായതുകൊണ്ട് എല്ലാ സ്കൂൾ തമ്മിലുള്ള ടൈറ്റ് മത്സരങ്ങളാണ് നടന്നുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ നടന്ന മത്സരം ബാൻഡ് സെറ്റാണ്. ശ്രീ സുബ്രഹ്മണ്യേശ്വര ഹയർ സെക്കൻഡറി സ്കൂൾ കാട്ടൂക്കയുടെ ബാൻഡ് സെറ്റാണ് ഇവിടെ കുട്ടികൾ അവതരിപ്പിച്ചത്. കുമ്പള സബ് ജില്ലയിലെ ഏക ടീമായിരുന്നു അതുണ്ടായിരുന്നത്. മാത്രമല്ല കാസർഗോഡ് ജില്ലാ ലെവലിലും വേറെ സ്കൂളുകളൊന്നും ഇത് ബാൻഡ് സെറ്റിന് അങ്ങനെ കൊണ്ടുവരാനില്ല. കാരണം എന്താ, വലിയ ചിലവുള്ളതാണ്, കുട്ടികൾക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ നടക്കുകയാണ്. ഇന്ന് അവസാനം ഗ്രൂപ്പ് ഡാൻസ്, അതേ രീതിയിൽ കോൽക്കളി, ദഫ്മുട്ട്, അങ്ങനെയുള്ള പല രീതിയിലുള്ള മത്സരങ്ങൾ ഇന്ന് നടക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സോമശേഖര JS. എൻമക്കജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. 63ാം സ്കൂൾ കലോത്സവത്തിൻ്റെ സംഘടക സമിതി ചെയർമാൻ കൂടിയാണ്. ഈ സ്കൂളിൻ്റെ മാനേജർ കൂടിയാണ്. 63ാമത്തെ സബ് ജില്ലാ സ്കൂൾ കലോത്സവ കഴിഞ്ഞ 11-ാം തീയതി തുടങ്ങുകയും 5 ദിവസമായിട്ടാണ് നടക്കുന്നത്. 11, 12 ഓഫ് സ്റ്റേജും 18, 19, 20 സ്റ്റേജ് ഐറ്റംസാണ് നടക്കുന്നത്. 18-ാം തീയതി ഇതിൻ്റെ ഉദ്ഘാടനയും ഇന്ന് സമാപനവുമാണ്. അപ്പോൾ നല്ലൊരു നമ്മുടെ ഈ നാടിൻ്റെ ഉത്സവമായിട്ട്, ഈ ഷേണിൻ്റെ നാടിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ഇത് ഏർപ്പാടാക്കിയിട്ടുള്ളത്. എല്ലാ ജനങ്ങളുടെ സഹായത്തോടെയാണ് ഈ നല്ല പിന്തുണയോടെ സക്സസ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു വിശേഷത്വം പറയുമ്പോൾ 88-ലാണ് ബാലകലോത്സവം, ഒരു ദിവസത്തിന് ബാലകലോത്സവം ഇവിടെ ആയത്. അപ്പോൾ ആദ്യമായിട്ടന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് അന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷമായ എല്ലാ കലോത്സവങ്ങളും ഈ സ്കൂൾ കലോത്സവത്തിൽ ഇതിപ്പോൾ 5ാമത്തെ കലോത്സവമാണ്. ഇതുവരെ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ മാത്രമല്ല, എല്ലാ നാട്ടുകാർക്കും പേരൻസിനും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഏർപ്പാടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ 3 ദിവസമായിട്ട് ഏകദേശം ഒരു 25,000 ആൾക്കാണ് ഭക്ഷണത്തിൻ്റെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. നമസ്കാരം, ഞാൻ ദിലീപ് മാധവ്, നമ്മുടെ ഷേണി സ്കൂളിലെ അധ്യാപകനാണ്. കുമ്പള ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഭക്ഷണ കമ്മിറ്റി കൺവീനർ കൂടിയാണ്. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 10,000 പേർക്കുള്ള ഭക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ തിരക്കുകൾ പരിഗണിച്ചുകൊണ്ട് 10,000 മുതൽ 12,000 വരെ കാണികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ജഡ്ജസും ഒഫീഷ്യൽസും കൂടാതെ പാർട്ടിസിപ്പൻസും എക്സ്പോർട്ട് ടീച്ചേഴ്സും കൂടാതെ തൊട്ടടുത്തുള്ള വിദ്യാലയങ്ങളിലെ മുഴുവൻ കുട്ടികളും അതേപോലെ തന്നെ ഒരുപാട് നാട്ടുകാരും ഈ പരിപാടിയുമായി സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടി ഏകദേശം ഒരു 10,000 മുതൽ 12,000 വരെയുള്ള ആൾക്കാർ നമ്മൾ
പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്കുള്ള ഭക്ഷണമാണ് വിപുലമായി നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ ഭക്ഷണപദ്ധതി തയ്യാറാണ്. ആൾക്കാരുടെ നീണ്ട നിര നിങ്ങൾക്ക് വ്യക്തമാവുന്നതാണ്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇനിയും ആവശ്യം വരികയാണെങ്കിൽ വീണ്ടും ഭക്ഷണം വെക്കാവുന്ന രീതിയിൽ നമ്മൾ അടുക്കള തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഭക്ഷണ കമ്മിറ്റിയുമായി സഹകരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള പ്രദേശങ്ങളിലെ ഷേണി, മണിയമ്പാറ, അതേപോലെ തന്നെ ദേറെടുക്ക, കുതിരമ്പള്ള തുടങ്ങിയ അരമംഗല തുടങ്ങിയ ഭാഗത്തുള്ള വളണ്ടിയേഴ്സ് നമുക്ക് കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി രാത്രി പച്ചക്കറികൾ മുറിക്കാനും ബാക്കിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഈ നാട്ടിലെ മുഴുവൻ നാനാതുറകൾപ്പെട്ട ജാതി മതഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാവരും നമ്മളുമായി സഹകരിക്കുന്നുണ്ട്. അങ്ങനെ നാട്ടുകാരുടെ ഉത്സവമാക്കി മാറ്റിയ ഈ ഷേണി കലോത്സവം വൻ വിജയമായി തീരാൻ വേണ്ടി സഹായിച്ച മുഴുവൻ വളണ്ടിയേഴ്സ് ഉണ്ട്, ഭക്ഷണ കമ്മിറ്റിയുമായി സഹകരിക്കുന്നത്. അതേപോലെ തന്നെ നാട്ടുകാരുണ്ട്, അതേപോലെ തന്നെ മറ്റ് ടീച്ചേഴ്സ്, ഒഫീഷ്യൽസ്, ഇവർക്കൊക്കെ നന്ദി സമയത്ത് അറിയിക്കുകയാണ്. ഭക്ഷണ കമ്മിറ്റിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഭക്ഷണം, സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കുന്നത് പെർമുടെ ശ്രീ ഗോപാലകൃഷ്ണ ഭട്ടും അവർകളും അവരുടെ ടീമുമാണ്. വിഭവസമൃദ്ധമായ സ്വാദിഷ്ടമായ മറ്റ് ഉപജില്ലകളെ പോലും വരുന്ന അധികൃതർ പറയുന്നത് ജില്ലാ കലോത്സവം കൂടി ഏറ്റെടുക്കാനുള്ള പ്രാവർത്തികമാക്കാനുള്ള ശേഷി ഈ ഷേണി സ്കൂളിനുണ്ട് എന്നാണ്. ആ രീതിയിൽ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കലോത്സവത്തിൻ്റെ അവസാന നിമിഷം അടുക്കുമ്പോൾ വന്ന എല്ലാവരുടെയും മനസ്സും വയറും നിറച്ചുകൊണ്ട് വിടാനാണ് നമ്മുടെ ആഘോഷ കമ്മിറ്റിയുടെയും സംഘാടക സമിതിയുടെയും അതേപോലെ തന്നെ ഭക്ഷണ കമ്മിറ്റിയുടെയും തീരുമാനം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.